ഒരു ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാപ്പിൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കടൽ, ഒരു സൈഡ് കാട്. ഇവിടെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇറങ്ങി കുളിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല ആഴമൊക്കെ കുറവാണ്, വലിയ ഡേഞ്ചറൊന്നുമില്ല. അപ്പുറത്തെ സൈഡിലോട്ട് കയാക്കിങ് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട്ടൊക്കെ വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അധികം ആളൊന്നും ഇല്ലാത്തത്. അതായത് അപ്പുറത്തെ സൈഡ് കടൽ, ഇപ്പുറത്തെ സൈഡ് കായൽ. ഈ കായലിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രശ്നമൊന്നും ഇല്ലാത്ത, ഈ ഒരു സമയത്തൊക്കെ കപ്പിളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈവസിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആർക്കെങ്കിലും കപ്പിളായിട്ട് ഇവിടെ വരണമെങ്കിൽ ഇവിടെ വരാം. ഐ റെക്കമെൻഡ് ദിസ് പ്ലേസ്. ഓക്കെ, നൈസാണ്, നല്ല വ്യൂ ഉണ്ട്. അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റ് എൻജോയ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ കായൽ വ്യൂവും പിന്നെ കയാക്കിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. അടിയൊക്കെ നല്ല ക്ലിയർ ആണ്. അപ്പോൾ ഇറങ്ങി നടക്കാം, കുളിക്കാം, സേഫാണ്. അവിടെ കയാക്കിങ്ങിനൊക്കെ ദൂരെ ചെയ്യുന്നതാണ്. അവിടെ എൻ്റെ ഇതുണ്ട്. അപ്പോൾ ആ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കയാക്ക് എടുത്തിട്ട് കയാക്കിങ് ചെയ്യാം. പിന്നെ ഇവിടെ ഇറങ്ങി നടക്കാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. അടിയിൽ നിങ്ങൾ കാണുന്നതൊക്കെ ചിപ്പി പോലത്തെ എന്തോ സംഭവമുണ്ട്. അത് കാഴി കൊണ്ടു കയറാനുള്ള സാധ്യതയുണ്ട്. കാണുന്ന സാധനമാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇത് എന്തോ ഒരു ശംഖ് പോലത്തെ ഒരു സംഭവം. ദൂരതയിൽ രണ്ടുപേർ കടലിലൂടെ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചർ അല്ല എന്ന് സാഹസികമായിട്ട് നമ്മൾ ഒരെണ്ണത്തിനെ പിടിച്ച് ഗൈസ്. അഗ്രസീവ് ഒന്നുമല്ല, പാവം നല്ലോണം സഹകരിക്കുന്നൊരു മനുഷ്യൻ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ താഴെ നോക്കി കാണാം, കരിമണലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കരിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ കണ്ണങ്കയെ വിളിക്കാം. കണ്ണങ്കയെ ഇതാണ് കൽക്കരിയുടെ ഐസോട്രോപ്പായ ലിഗ്നൈറ്റ്. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ഇത്. വേണമെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരാൾക്ക് കാശുണ്ട് രക്ഷപ്പെടാം.